ഓൾസോ ഇനി ലൈക്ക് കറക്റ്റായിട്ട് പറയാം എങ്ങനെയാണ് നമുക്ക് നേപ്പാളിലോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു വളഞ്ഞ വഴിയായിരുന്നു. ബിക്കോസ് കുറേ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്ത് നിന്ന് ചെന്നൈ വരെ ട്രെയിൻ ബുക്ക് ചെയ്തു. വൺസ് ഐ റീച്ച് ചെന്നൈ, അവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടും ചെന്നൈ ടു ഡൽഹി. 5000 രൂപയ്ക്കകത്ത് കിട്ടും. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് എനിക്ക് ലക്നൗവിൽ ഒരു ഫ്രണ്ട് മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഐ ബുക്ക്ഡ് ട്രെയിൻ ഫ്രം ഡൽഹി ടു ലക്നൗ. അങ്ങനെ ലക്നൗവിലെത്തി. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. എല്ലായിടത്തും ആൾക്കാരുണ്ടായതുകൊണ്ട് ലൈക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, അധികം ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലക്നൗവിൽ നിന്ന് ഐ ഗോട്ട് അനദർ ട്രെയിൻ ടു ഗോരഖ്പൂർ. അങ്ങനെ ഗോരഖ്പൂർ എത്തി. സോ ഗോരഖ്പൂറാണ് സ്പോട്ട് ആക്ച്വലി. ശ്രദ്ധിക്കുക, നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ കിട്ടും, ചീപ്പായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എയർ AC ബുക്ക് ചെയ്യാം. 6000 രൂപയ്ക്ക് അടുപ്പിച്ച് ഫസ്റ്റ് എയർ AC കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹി വരേക്കും. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് കാത്മണ്ഡുവിന് കിട്ടും. ചെന്നൈ ടു ഡൽഹി 5000 രൂപ, ഡൽഹി ടു കാത്മണ്ഡു 5000 രൂപ, എല്ലാം കൂടി ഒരു 10000 രൂപയ്ക്കകത്ത് നിൽക്കും. അല്ലെങ്കിൽ ട്രെയിനൊക്കെ എൻജോയ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ, റോഡ് വഴി പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഗോരഖ്പൂരിലോട്ടും ഉണ്ട്. അല്ലാതെ നിങ്ങൾ കൊച്ചിയിൽ നിന്നോ ട്രിവാൻഡ്രത്തു നിന്നോ ഡയറക്റ്റ് ഫ്ലൈറ്റ് കാത്മണ്ഡുവിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ചുറ്റിയൊക്കെ പോവാം, രസമായിരിക്കും. സോ ഗോരഖ്പൂർ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഗോരഖ്പൂരിൽ നിന്ന് നിങ്ങൾക്ക് 2 ബോർഡേഴ്സ് ഉണ്ട്. ലൈക്ക് ഒന്ന് സൊണോലി നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. നിങ്ങൾ സൊണോലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോക്ര, നേപ്പാളിലൊരു വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹൈലി റെക്കമെൻഡഡ്. മേ ബി ഐ വിൽ വിസിറ്റ് അനദർ ടൈം. സോ സൊണാലി പോകുന്നവർ ഗോരഖ്പൂരിൽ നിന്ന് സൊണാലി പോയിട്ട് സൊണാലിയിൽ നിന്ന് ഡയറക്റ്റ് പോക്ര പോവാം. ഓക്കെ, കാത്മണ്ഡുവിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കില്ല, കാരണം അവിടുന്ന് പോക്രയാണ് അടുത്ത്. ഓക്കെ, അല്ല നിങ്ങൾക്ക് ആദ്യം കാത്മണ്ഡു ആണ് പോകണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഗോരഖ്പൂരിൽ നിന്ന് റക്സോൾ പോവാം. റക്സോൾ ബീഹാറിലാണ്. സോ ബീഹാർ റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഗോരഖ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ കിട്ടും റക്സോളിലിട്ട്. എന്നിട്ട് റക്സോളിൽ നിന്ന് യു ക്യാൻ ക്രോസ് ദ ബോർഡർ. അവിടെ നിന്ന് റക്സോളിൽ നിന്ന് നമുക്ക് ഓട്ടോയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓട്ടോ കയറി ഇന്ത്യ ബോർഡറിലെത്താം. ഇന്ത്യ ബോർഡറിൽ നിന്ന് എത്തി അവിടെ നിന്ന് അടുത്ത ഓട്ടോ പിടിച്ച് നേപ്പാൾ ബോർഡറിലോട്ടും. അവിടെ നേപ്പാൾ ബോർഡറല്ല, അവിടെ നിന്ന് അടുത്ത ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഏതാണ് ബിർജങ്, അവിടുത്തെ ബോർഡറാണ് ബിർജങ്. അപ്പോൾ ബിർജങ് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. അവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് കിട്ടും കാത്മണ്ഡുവിലേക്ക്. റോഡ് ഭയങ്കര കഷ്ടമാണ്, നല്ല പാടാണ്. ചില സമയത്ത് ഷെയർ ടാക്സി കിട്ടും. അതായത് വൈകുന്നേരം 4 മണിക്ക് മുമ്പാണ് നമ്മളവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി പോലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് പോവാം. അല്ല രാത്രി 7 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് അവൈലബിൾ ആണ്. റോഡ് ഭയങ്കര മോശമാണ്, വളഞ്ഞും ചുറ്റിയൊക്കെയാണ് പോകുന്നത്. മോഷൻ സിക്നസ് ഉള്ളവർ മോഷൻ സിക്നസിൻ്റെ ടാബ്ലറ്റൊക്കെ അതിനകത്തിരുന്ന് എടുത്തോളുക. അത് നമ്മൾ കാത്മണ്ഡുവിലെത്തും. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ അവിടുന്ന് നമുക്ക് ലോക്കൽ ഫ്ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് നേപ്പാളിൽ നിന്ന് വളരെ ചീപ്പാണ്. ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കൈ സ്കാനർ ഉണ്ട്. ആക്ച്വലി അത് നേപ്പാളിൽ വെച്ചിട്ട് അത് യൂസ് ചെയ്യാതെ ഇരിക്കുക. നമുക്ക് ബുദ്ധ എയർലൈൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ബുദ്ധ എയർലൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അങ്ങനെ വേറെയും കമ്പനീസ് ഉണ്ട്, യതി എയർലൈൻ, അങ്ങനെ കുറേ എയർലൈൻസ് ഉണ്ട് നേപ്പാളിൽ. ബുദ്ധ എയർലൈൻ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. നമ്മൾ ആദ്യം നേപ്പാൾ സിമ്മ് ബോർഡറിൽ എത്തുന്ന നേപ്പാൾ സിം ഒരെണ്ണം വാങ്ങിക്കുക. NTC സിമ്മുണ്ട്, എൻസെല്ലുണ്ട്. NTC ആണ് കുറച്ചുകൂടെ റേഞ്ച് ഉള്ളതെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് NTC ആണ് എടുത്തത്. ഏകദേശം 400 രൂപയ്ക്ക് നമുക്ക് ഒരു നേപ്പാളി സിമ്മ് കിട്ടും. അൺലിമിറ്റഡ് ആയിരുന്നു. ഞാൻ ഒരാഴ്ചത്തേക്ക് അൺലിമിറ്റഡ് പാക്കായിട്ട് കിട്ടും. അപ്പോൾ ബോർഡറിൽ എത്തുമ്പോൾ നേപ്പാളി സിം എടുക്കുക. ക്യാഷ് മാറേണ്ടവർ ക്യാഷ് മാറാം. 1.6 ആണ് ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. നേപ്പാളി 1.6 റുപ്പിയാണ്. ഞാൻ ഒരു 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എമൗണ്ട് കിട്ടും. പിന്നെ അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേപ്പാൾ എവിടെ പോയാലും ഇന്ത്യൻ റുപ്പി അവർ എടുക്കുന്നുണ്ട്. അവരതുപോലെ കൺവേർട്ട് ചെയ്ത് വാങ്ങിച്ചോളും. നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി കൊടുത്തും നിങ്ങൾക്ക് നേപ്പാളിൽ ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തുടക്കം തന്നെ വേണമെങ്കിൽ കുറച്ച് മാറി കൈ വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അടുത്ത് കാത്മണ്ഡുവിലാണ് ആദ്യം എത്തുന്നുണ്ടെങ്കിൽ കാത്മണ്ഡു